ഞാൻ ശരണ്യ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഹെയറിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഹെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിന്നായിട്ടുള്ള ഒരു ഹെയറാണ്, അതുപോലെ തന്നെ ഡ്രൈ സ്കാൽപ്പും കൂടെയാണ്. അതുകൊണ്ട് പെട്ടെന്ന് താരനുണ്ടാകാനുള്ള സാധ്യത എൻ്റെ സ്കാൽപ്പിൽ വളരെ കൂടുതലാണ്. അപ്പോൾ എൻ്റെ മുടി എന്ന് വെച്ചാൽ ഉള്ളു ഭയങ്കര കുറവായിട്ടുള്ളൊരു മുടിയാണ് കേട്ടോ മുമ്പ്. അപ്പോൾ ഇപ്പോൾ കുറേ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഹെയറിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ പ്യുവറായിട്ടൊരു ബ്ലാക്ക് അല്ല, ഒരു ചെമ്പട്ട പോലത്തെ ഒരു കളറായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോഴാണ് കുറച്ച് മരുന്നൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ കളറിൻ്റെ ചേഞ്ചൊക്കെ മാറിയ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളുടെ തിന്നായിട്ടുള്ള ഹെയറാണ്, ഭയങ്കര ഡാൻഡ്രഫ് ഒക്കെ ഉള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ചൂടുവെള്ളത്തിലൊന്ന് ഹെയർ വാഷ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂ ഒക്കെ ഉപയോഗിക്കുക കേട്ടോ. പിന്നെ ആയുർവേദിക് ആയിട്ടുള്ള ഷാമ്പൂ ഒക്കെ ഉപയോഗിക്കുക, ചെമ്പരത്തി, ദീദി ഷാമ്പൂ, ധാത്രി, പിന്നെ അതുപോലെ തന്നെ സെബാമെഡിൻ്റെ ഷാമ്പൂ, അങ്ങനെ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക കേട്ടോ. അതുപോലെ പിന്നെ നമ്മൾ എന്തെങ്കിലും ഹെയർ മാസ്ക് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മളിപ്പം ഹെയർ മാസ്ക് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തൈര്, അതുപോലെ തന്നെ നെല്ലിക്കപ്പൊടി, കുറച്ച് തേന്, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കാൽപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒലിവ് ഓയിലും വെളിച്ചെണ്ണയും കൂടെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഹെയറൊക്കെ നമുക്ക് നന്നായിട്ട് കറുത്തിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഓയിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞങ്ങൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ, അതുപോലെ അതിൽ പിന്നെ കരിവേപ്പില, പിന്നെ കൈതോന്നി, പിന്നെ നെല്ലിക്ക, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എണ്ണ കാച്ചുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് കുറച്ച് നെല്ലിക്ക, അതുപോലെ തന്നെ കൈതോന്നി, പിന്നെ കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് ഒരു ഇളം കറുപ്പ് നിറമാകുമ്പോൾ നിങ്ങൾ മാറ്റി വയ്ക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അത് നന്നായിട്ട് ഫിൽറ്റർ ചെയ്ത് ഒഴിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ സ്കാൽപ്പിൽ എണ്ണ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് കാച്ചിയ എണ്ണ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഡെയിലിയൊക്കെ ഹെയറൊക്കെ അയൺ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കുക. കാരണം ഹെയർ നമ്മൾ അയൺ ചെയ്യുമ്പോഴത്തേക്കും ഹെയർ ഭയങ്കരമായിട്ട് പൊട്ടും. അതുപോലെ തന്നെ പെട്ടെന്ന് ഹെയർ ഭയങ്കര ഡാമേജ് ആവാനുള്ള സാധ്യത ഭയങ്കരമായിട്ട് കൂടുതലാണ്. പിന്നെ നമ്മൾ ഈ ഡാൻഡ്രഫ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക. കാരണം ഇനി അവർക്ക് ഡാൻഡ്രഫ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പിന്നെ നമ്മുടെ ഡാൻഡ്രഫൊക്കെ അവരിലോട്ടും വരും. പിന്നെ ഡാൻഡ്രഫ് ഭയങ്കര പ്രശ്നമാണ്. കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ ഹെയറൊക്കെ എപ്പോഴും ഇങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ ഫ്ലേക്സ് ഒക്കെ വീണുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ സ്കാൽപ്പിൽ ഡാൻഡ്രഫൊക്കെ വരുമ്പോൾ ഞാൻ സാധാരണ ഈ സെൽസൺ ഷാമ്പൂ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും 2 നേരം ഹെയർ വാഷ് ചെയ്യും കേട്ടോ. രാവിലെയും രാത്രി ഹെയർ വാഷ് ചെയ്യും. അപ്പം നമ്മൾ ഹെയർ ഉണങ്ങാതെയൊക്കെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് താരനുണ്ടാകുന്നത്. അതുപോലെ തന്നെ തലയൊക്കെ ഭയങ്കര വേർത്തിട്ട് പെട്ടെന്ന് താരനുണ്ടാകും. കാരണം ഈ ഡ്രൈ സ്കാൽപ്പുകാർക്കാണ് പെട്ടെന്ന് താരനുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ അശ്രദ്ധയും ഈ താരൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് വേറെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ മാക്സിമം നമ്മൾ ഡ്രൈ സ്കാൽപ്പുള്ള ആൾക്കാർ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂ തന്നെ യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ സ്കാൽപ്പൊക്കെ ഇടയ്ക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഹെയറൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം തന്നെ നിങ്ങൾ അത് നോക്കുക. എന്തെങ്കിലും മാക്സിമം നമ്മൾ നാച്ചുറലായിട്ടുള്ള ഹെയർ അങ്ങനെ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ വേറെ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഹെയർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുമ്പൊക്കെ ജസ്റ്റ് ഒന്ന് വെട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഹെയർ സ്പ്ലിറ്റ് ആവാതെ നന്നായിട്ട് കിടക്കും. പിന്നെ അല്ലാതെ പ്രത്യേകിച്ച് ഹെയറിന് അങ്ങനെയായിട്ട് നമ്മുടെ ഹെയർ മാക്സിമം ഒരു ദിവസം നമ്മുടെ ഹെയർ എന്ന് പറഞ്ഞാൽ ഒരു 100 അല്ലെങ്കിൽ 50 ഹെയർ നമ്മുടെ തൊഴിയും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക കൂടി ചെയ്തില്ലെങ്കിൽ ഹെയർ ഭയങ്കരമായിട്ട് തൊഴിയാളൊരു സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് ഉറങ്ങിയില്ല, പച്ചക്കറി അങ്ങനെയുള്ളതൊക്കെ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ മുടി നന്നായിട്ട് തൊഴിയും കേട്ടോ. ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക, പിന്നെ ബയോട്ടിൻ അടങ്ങിയ ഫുഡ് കഴിക്കുക, പച്ചക്കറി കഴിക്കുക. പിന്നെ ഭയങ്കരമായിട്ട് മുടി തൊഴിച്ചിലുള്ള ആൾക്കാരാണെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് ബയോട്ടിൻ്റെ സപ്ലിമെൻ്റ് ഒക്കെ വാങ്ങിച്ച് കഴിക്കുക കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ അനുഭവത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത് മിസ്സായിപ്പോയി. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം കേട്ടോ.